കോട്ടപ്പാറ പ്ലാന്റേഷനിൽ നിന്നും പുറത്തുകടന്ന പിടിയാന ജനവാസ മേഖലയിലെ സ്ഥിരം സാന്നിധ്യമായി. പിണ്ടിമന പഞ്ചായത്തിൽ പൂതത്താൻകെട്ടിന് സമീപം പൂച്ചക്കുത്ത്, പരപ്പൻചിറ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആന ഇറങ്ങിയിരുന്നു. പിടിയാനയെ മയക്കുവെടിവെച്ച് പിടികൂടി നിബിഡവനത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യം അധികാരികൾ അവഗണിക്കുകയാണ്. ആന സാന്നിധ്യം പതിവായിട്ടും MLA ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കാത്തതിലും അമർഷം ഉയരുന്നുണ്ട്. കോട്ടപ്പാറ പ്ലാന്റേഷനിലെ പിടിയാന ഒറ്റതിരിഞ്ഞാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ ജനവാസ മേഖലകളിൽ സ്ഥിരം സാന്നിധ്യമാണ്. രാത്രി മാത്രമല്ല, പകൽ സമയത്തും ആനയെ നാട്ടിൽ തന്നെ കാണാം. ഏതാനും ദിവസങ്ങളായി ഭൂതത്താൻകെട്ടിന് സമീപം പൂച്ചക്കുത്ത്, പരപ്പൻചിറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ആന ചുറ്റിത്തിരിയുന്നത്. നിരവധി കൃഷിയിടങ്ങളിൽ കാർഷിക വിളകൾ ചവിട്ടിമെതിക്കുകയും തിന്നുകയും ചെയ്തു. കയ്യാലകളും മതിലുകളും തകർത്തിട്ടുമുണ്ട്. മനുഷ്യർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നതുമാത്രമാണ് ഏക ആശ്വാസം. പ്രധാന റോഡുകളും ഇടവഴികളുമെല്ലാം കടന്നാണ് ആനയുടെ സഞ്ചാരം. ഞായറാഴ്ച രാത്രി 8:30 പൂച്ചക്കുത്ത്, പരപ്പൻചിറ റോഡിൽ ഒരു കാർ ഈ ആനയുടെ മുമ്പിൽപ്പെട്ടിരുന്നു. നിരവധി കാൽനടക്കാരും ഇരുചക്ര വാഹന യാത്രികരും ഉപയോഗിക്കുന്ന റോഡാണിത്. ആനയുടെ സ്ഥിരം സാന്നിധ്യത്തിൽ വിവിധ പ്രദേശങ്ങളിലുള്ളവർ ആശങ്കയിലാണ്. വീടിന് പുറത്തിറങ്ങുമ്പോഴോ റോഡിലൂടെ പോകുമ്പോഴോ ആനയുടെ മുമ്പിൽപ്പെടാനുള്ള സാധ്യതയേറെയാണ്. ടാപ്പിംഗ് തൊഴിലാളികൾക്കും ഭീഷണിയുണ്ട്. ആനയെ കാട്ടിലേക്ക് കയറ്റിവിടുന്നുണ്ടെന്ന് വനപാലകർ അവകാശപ്പെടുമ്പോഴും വീണ്ടും ജനവാസ മേഖലകളിൽ എത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ ഒരു കരുതലുമില്ല. ജനവാസ മേഖലകൾക്ക് സ്ഥിരം ഭീഷണിയാകുന്ന ആനകളെ മയക്കുവെടിവെച്ച് പിടികൂടി മറ്റിടങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ള നിരവധി സംഭവങ്ങൾ സംസ്ഥാനത്തിന്റെ മറ്റ് പ്രദേശങ്ങളിലുണ്ടായിട്ടുണ്ട്. അത്തരമൊരു നടപടി ഈ ആനയുടെ കാര്യത്തിലും ഉണ്ടാകണമെന്ന് പൊതുജനം ദിവസങ്ങളായി ഉന്നയിക്കുന്നതാണ്. എന്നാൽ വനംവകുപ്പോ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളോ ഈ ആവശ്യത്തിന് ഒരു പരിഗണനയും നൽകാത്തതിൽ ജനങ്ങൾക്ക് അമർഷമുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.